നമ്മുടെ മാധ്യമങ്ങൾ കൂട്ടത്തോടെ ഛത്തീസ്ഗഡിലാണ്. അവരുടെ കൂട്ടത്തിൽ കൊല്ലത്തുള്ള പ്രേമചന്ദ്രൻ എം പിയുമുണ്ട്. പക്ഷെ ആ പ്രേമചന്ദ്രൻ എം പിയുടെ നാട്ടിൽ ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ ഒരു തൂങ്ങിമരണമുണ്ട്. തൂങ്ങിമരണം വലിയ ദുരൂഹതയാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. നിഹാസിൻ്റെ വീട്ടിൽ മരണപ്പെട്ടിരിക്കുന്നത് അഞ്ജനയാണ്. അഞ്ജനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത നൽകാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ തുനിയുന്നില്ല. അതെന്താ, മതേതരത്വം തകർന്നു വീഴുമെന്നൊരു ഭയപ്പാടുണ്ടോ? അതെ, കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ വലിയ ഭയത്തിലാണ്. കാരണം ഇസ്ലാമിനെതിരെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഒക്കെ വാർത്ത കൊടുത്താൽ അത് കേരളത്തിന്റെ മതേതരത്വം തകരും, അത് സംഘികളെ സഹായിക്കലാകും. സംഘികൾ ഒരിക്കലും വോട്ടർമാർ അടിയന്തരമായി തന്നെ ഒരു ടിക്കറ്റ് ഛത്തീസ്ഗഡിലേക്ക് അയക്കണം പ്രേമചന്ദ്രന്. അതെ, കാരണം അദ്ദേഹം ട്രെയിനുകാർ ഇങ്ങോട്ട് വരട്ടെ. അതെ, ഫ്ലൈറ്റ് പിടിച്ച് വരേണ്ടതാണ്. അഞ്ജനയുടെ വീട്ടിൽ എന്താ സന്ദർശിക്കാത്തത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം എന്തുകൊണ്ടാണ്. ഈ അഞ്ജന ഇപ്പോൾ ഈ സംഘികൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഹിന്ദുക്കൾ ആണ്. ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണെങ്കിൽ അവരോട് എന്ത് തോന്നിവാസമാകാം. പക്ഷേ അതിൽപ്പെട്ട ചിലർക്ക് വലിയ ജനപ്രീതിയൊക്കെ കിട്ടും, ചിലർക്ക് വലിയ പരിഗണന കിട്ടും. ഉദാഹരണത്തിന് നമ്മുടെ വേടനെതിരെ ആരും ഒന്നും പറയരുത്, വേടനെ ഒരു കേസിലും പെടുത്തരുത്. വേടൻ എത്ര കുറ്റം ചെയ്താലും വേടൻ കുറ്റവാളിയല്ല, വേടന് നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും കൊടുക്കണം. ഇതാണ് പൊതുവേ ഉള്ള ഒരു നയം. ഇവിടെ ഇപ്പോൾ കൊല്ലത്ത് ആയൂര് കാരാളിക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 21-കാരി അഞ്ജന സതീഷ് എന്ന് പറയുന്ന പെൺകുട്ടിയെ ആണ് നിഹാസ്, ആ പ്രദേശത്ത് തന്നെയുള്ള നിഹാസ് എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിൽ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടുകാർ ഉടനെ തന്നെ ഈ ബോഡി അഴിച്ചിറക്കി നേരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, അപ്പോഴത്തേക്കും മരിച്ചിരുന്നു. ഇത് ഈ കുട്ടി ഇളമ്മാട് ചെറുവക്കൽ സ്വദേശിനിയാണ്. ഈ കാരാളിക്കോണത്തുള്ള നിഹാസുമായിട്ട് കഴിഞ്ഞ 7 മാസമായിട്ട് നിഹാസിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഇവർ വിവാഹം കഴിച്ചിട്ടില്ല. ഈ കുട്ടി നിഹാസിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഈ പെൺകുട്ടി വേടർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ഈ കുട്ടി പിന്നെ 6-7 മാസം മുമ്പ് ഈ നിഹാസിനൊപ്പം ഇറങ്ങിപ്പോയി. വീട്ടുകാർ പരാതി കൊടുത്തപ്പോൾ പോലീസ് വിളിപ്പിച്ചപ്പോൾ എനിക്ക് ഇക്കയ്ക്കൊപ്പം പോയാൽ മതി, ഇക്കയോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇക്കയ്ക്കൊപ്പം പോയി. 6 മാസം കഴിഞ്ഞ് കുട്ടിയുടെ ജീവനില്ലാത്ത ശരീരമാണ് വീട്ടുകാർ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഈ RDOയുടെ സാന്നിധ്യത്തിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി, ഇൻക്വസ്റ്റൊക്കെ പൂർത്തിയാക്കിയിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. എങ്ങനെയാണ് ഈ കുട്ടി? അതാണ് അതിന്റെ മറ്റൊരു ചോദ്യം. ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ കൊല്ലത്തെ MP വരെ ഇപ്പോൾ അവിടെയാണ്, ഛത്തീസ്ഗഡിലാണുള്ളത്. പക്ഷെ ഈ വേടർ സമുദായത്തിൽപ്പെട്ട ഒരു യുവതിക്ക് വേണ്ടി എന്തുകൊണ്ട് ആര് സംസാരിക്കും? ഈ വേടർ സമുദായത്തിന് എത്ര വോട്ടുണ്ട്? കേരളത്തിൽ അവരൊരു നിർണായക ശക്തിയാണ്. ഈ പട്ടികജാതി വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദുക്കളിലെ എല്ലാ ജാതിക്കാരും പരസ്പരം തമ്മിലടിച്ചും അകന്നും കഴിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ചൂഷണം ചെയ്യാനും ഇവരെ ഇല്ലാതാക്കാനും വളരെ എളുപ്പമാണ്. ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് എന്ത് ഗുണം? അപ്പുറത്തൊരു സംഘടിത വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് ആ സംഘടിത വോട്ട് ബാങ്കിനൊപ്പം നിന്നാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഛത്തീസ്ഗഡിൽ ആർക്കെങ്കിലും ഒരു രോമത്തിന് കേടുണ്ടായി എന്നറിഞ്ഞാൽ പ്രേമേന്ദ്രനെ പോലെയുള്ളവർ വാലും ചുരുട്ടി ഓടും അങ്ങോട്ടേക്ക്. അത് ഛത്തീസ്ഗഡ് അല്ല, ലോകത്തിന്റെ ഏത് കോണിലേക്കാണെങ്കിലും ഓടും. പക്ഷെ ഇവിടെ ഇത് ഛത്തീസ്ഗഡ് അല്ല, കടക്കലാണ്. ഇത് കടക്കൽ, ഇത് ആയൂരെന്ന് പറയുന്ന നമ്മുടെ MC റോഡിൽ വരുന്നൊരു സ്ഥലമാണ്. അവിടെ തിരുവനന്തപുരം കൊല്ലം അതിർത്തിയാണ് ശരിക്കും. കിളിമാനൂർ കഴിഞ്ഞ് ഏതാനും കിലോമീറ്റർ കഴിഞ്ഞാൽ നിലമേൽ ആയൂരായി. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഓടിയെത്താൻ അവിടെ ആ പ്രദേശത്തൊക്കെ വോട്ട് ചോദിച്ചു വരും. ഈ വേടർ സമുദായത്തിൻ്റെ അടക്കം വോട്ടുകളൊക്കെ വാങ്ങിക്കും. പക്ഷെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഒരു മുന്നണിയും തയ്യാറല്ല, ഒരു രാഷ്ട്രീയക്കാരും തയ്യാറല്ല. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊടുത്തോ എന്നൊന്നും അറിയില്ല. എന്തായാലും അത് സംബന്ധിച്ച് ഇപ്പോൾ കേസൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഈ പോലീസ് കേസെടുക്കാൻ അതായത് ഒരു ദുരൂഹ മരണം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, വിവാഹിതരല്ലാതെ ഒരുമിച്ച് കഴിയുന്നു. അത് തന്നെ നിയമപ്രകാരം എങ്ങനെയാണ്, അതൊരു കുറ്റകൃത്യമാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഇനി ഒരു യുവാവും വിവാഹം കഴിഞ്ഞാൽ പോലും 7 വർഷം അങ്ങനെ ഒരു നിയമമുണ്ട്. അതാണ്, ഈ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഈ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹമായിട്ട്, ഇതിപ്പോൾ രോഗമെന്ന് മരിക്കാം, ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കാം, അല്ലേ? വണ്ടി ഓടിച്ചു പോകുമ്പോൾ എതിരെ വരുന്നൊരു വാഹനം ഇടിച്ച് ഭാര്യയും ഭർത്താവും അപകടത്തിൽ മരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
പക്ഷേ അതല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ തീർച്ചയായിട്ടും കേസെടുക്കണം. അതിൽ ഭർത്താവിനെ പ്രതി ചേർക്കണം. സ്വമേധയാ കേസെടുക്കാമല്ലോ പോലീസിന് സ്വമേധയാ കേസെടുക്കാം. കസ്റ്റഡിയിൽ എടുക്കണം ഭർത്താവിന്റെ ബന്ധുക്കളെ കസ്റ്റഡിയിൽ എടുക്കണം. ഇവിടെ അതൊന്നും പോലീസ് ചെയ്തിട്ടില്ല. പോലീസ് ഇത് ചടയമംഗലം പോലീസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചടയമംഗലം പോലീസ് ഇക്കാര്യത്തിൽ ഒരു FIR എങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ ദുരൂഹ സാഹചര്യത്തിലെ മരണം ആരോപിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടിക്ക് 21 വയസ്സേ ഉള്ളൂ. ഈ കുട്ടിയുടെ അമ്മ അംബിക എടുത്താൽ ഇപ്പൊ എന്താണ് നിഹാസ് വീണ്ടും ഇറങ്ങും ഇത്തരം പരിപാടികളുമായി. അത് നാം മുൻപ് കണ്ടിട്ടില്ല. ഇത്തരം സംഭവങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്നവരെല്ലാം ആ പണി തുടരുകയാണ്. ഇത് കേരളമാണ്. പിണറായി പറയും പോലെ ഇത് കേരളമാണ്. കേരളത്തിൽ എന്തും നടക്കും. തീർച്ചയായിട്ടും ഇത് ആരും ചോദിക്കാനും പറയാനോ ഒന്നുമില്ല. എന്ത് വൃത്തികേടും കേരളത്തിൽ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയായിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ സംഘടിത വോട്ട് ബാങ്കിൻ്റെ ബലമുണ്ടായാൽ മാത്രം മതി. അവർക്ക് എന്തും ഈ നാട്ടിൽ ചെയ്യാം. അസംഘടിത സമൂഹം അതെല്ലാം സഹിക്കേണ്ടി വരും. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അവർക്ക് നേരെ ആർക്കും കുതിര കയറാം. ആരും അന്വേഷിക്കാൻ വരില്ല. ഒരു പോലീസുമില്ല, ഒരു ഭരണ സംവിധാനവുമില്ല, ഒരു മുഖ്യമന്ത്രിയുമില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. അതാണിപ്പോൾ കേരളത്തിലെ അവസ്ഥ. എന്തായാലും ഇവിടെ പക്ഷെ പോലീസിന് നിയമം നടപ്പാക്കിയേ തീരുള്ളൂ. പോലീസ് ചെയ്യേണ്ടതാണ് ഇതൊക്കെ. അത് പോലീസ് ചെയ്യുന്നില്ല. അതിലിപ്പോൾ ഇവർ ഈ വേടർ സമുദായത്തിൻ്റെ ചില സംഘടനകളൊക്കെ ഉണ്ട്. അവർ ഇതിനകത്ത് ഇടപെടും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇരിക്കുന്നത്. അവർ അത്തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവർ സമുദായത്തിൻ്റെ അംഗങ്ങൾ, അതിൻ്റെ നേതാക്കൾ ഒക്കെ വന്ന് പരാതി പോലീസിൽ കൂടുതൽ DGPക്കൊക്കെ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് ഇല്ല 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 എന്നാണ്. ഈ സംഭവം പിന്നെ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞത് ഞാനല്ല, നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. സഖാവ് VS അച്യുതാനന്ദൻ 2010 ഡിസംബർ മാസത്തിൽ മാധ്യമങ്ങളോട് പറയുന്നു, കേരളത്തിലെ അമുസ്ലിം പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് മതം മാറ്റി അവരിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു പ്രദേശമാക്കി ഒരു രാജ്യമാക്കി മാറ്റാനാണ് ശ്രമം. ഇത് ചില തീവ്രവാദ സംഘടനകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് സഖാവ് VS അച്യുതാനന്ദനാണ്, ഞാനല്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പോലും അക്കാര്യത്തിൽ ഒരക്ഷരം പിന്നീട് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരോ ഒന്നും ഈ വിഷയത്തിൽ പിന്നീട് പ്രതികരിച്ചിട്ടില്ല. അന്ന് VS പറഞ്ഞതിനെ പിന്തുണച്ച് വരാൻ പോലും ആരും തയ്യാറായില്ല. അന്ന് പ്രതിപക്ഷം, മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് അതിനെതിരെ രൂക്ഷമായ വിമർശനമൊക്കെ ഉന്നയിച്ചു. പക്ഷേ VS ഏകനായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു മനുഷ്യൻ VSനെ പിന്തുണയ്ക്കാനില്ലായിരുന്നു, ചില ഹിന്ദു സംഘടനകൾ ഒഴിച്ച്. ഇവിടെ ഇപ്പോൾ നമുക്കിതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഹിന്ദു പട്ടികജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പത്തിലാകുന്നു, അയാളോടൊപ്പം പോകുന്നു, അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. 6 മാസം കഴിഞ്ഞ് അവളുടെ ശവശരീരമാണ് വീട്ടുകാർ കാണുന്നത്, മൃതദേഹമാണ് വീട്ടുകാർ കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനകത്തൊരു ദുരൂഹതയും ഇല്ലേ? ഈ പെൺകുട്ടിക്ക് മനുഷ്യാവകാശങ്ങളൊന്നുമില്ലേ? അതിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതിന് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലായിരുന്നു? ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ചു, പ്രണയിച്ചു എന്നുള്ളൊരു ഒറ്റ കുറ്റമാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. ആ ഒരു തെറ്റിനാണ് ഈ ക്രൂരമായൊരു വധശിക്ഷ അതിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയണം. അത് ആത്മഹത്യയാണെങ്കിലും ശരി, കൊലപാതകമാണെങ്കിലും ശരി, ഈ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതായതിൻ്റെ കാരണം എന്താണ് എന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഈ കുട്ടിയുടെ ജീവിച്ചിരിക്കുന്ന ആ അമ്മയ്ക്കും സഹോദരനും നീതി ലഭിക്കണം. ആ കുട്ടിയെ ഇത്തരത്തിൽ ആ കുട്ടി മരിക്കാൻ, ഈ 21 വയസ്സുകാരി മരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കണ്ടെത്തി ആ സാഹചര്യത്തിൻ്റെ കാരണക്കാരെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി ശിക്ഷിക്കണം. അതിന് നമ്മുടെ പോലീസോ ഭരണകൂടമോ തയ്യാറാകുന്നില്ല. ഇനിയും ഈ നാട്ടിൽ ലവ് ജിഹാദ് ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ തന്ത്രം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, ഇത് അന്വേഷിക്കേണ്ടതാണ്. ഇതിനകത്ത് ദുരൂഹതയുണ്ട്, ആ ദുരൂഹത മാറ്റണം. സംഘടിത വോട്ട് ബാങ്കിൻ്റെ മുന്നിൽ ഭരണകൂടവും പോലീസും
നിസ്സഹായരായിട്ട് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് നമ്മുടെ നിയമവാഴ്ചയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ നാട്ടിലെ സമാധാനവും സ്വൈരജീവിതവും അതിലൂടെ ഇല്ലാതാവും. അതിന് ഇടവരുത്തരുത് എന്ന് മാത്രമാണ് ഭരണകൂടത്തോട് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.